قال رسول الله صلى الله عليه وسلم أربع من السعادة وأربع من الشقاوة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ, അത് വിജയത്തിന്റെ ഭാഗമാണ്. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ, അത് പരാജയത്തിന്റെ അടയാളമാണ്. 4 കാര്യങ്ങൾ വിജയത്തിന്റെ ഭാഗം, 4 കാര്യങ്ങൾ പരാജയത്തിന്റെ ഭാഗം. ഏതൊക്കെയാണ് കേട്ടോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അർബഉ മിനസ് സഅദ, 4 കാര്യങ്ങൾ വിജയത്തിൽപ്പെട്ടതാ. അൽ മർഅതു സ്വാലിഹ, ഒന്ന് സാലിഹത്തായ ഇണയെ ആർക്ക് ലഭിച്ചോ അവൻ വിജയിച്ചവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറ സയ്യിദുനാ റസൂലുള്ളാഹി. സാലിഹത്തായ ഇണയെ ലഭിച്ചവൻ വിജയിച്ചു, ദുനിയാവിൽ വിജയിച്ചവനാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവണം. സാലിഹായ ഇണയെ ലഭിച്ചു എന്ന് അഭിപ്രായമുള്ളവരാരൊക്കെയാ? ഒന്ന് കൈ ഉയർത്തിക്ക നോക്കട്ടെ. എനിക്ക് ലഭിച്ചത് സാലിഹായ ഇണയാണ്. കൈവക്കാതിരിക്കാൻ പറ്റൂല, കാരണം പുറത്ത് പെണ്ണുങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല, വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും തലക്കിട്ട് തട്ടു. ഇണയെ ലഭിച്ചിട്ടുണ്ടാ? ചിലരൊക്കെ പൊക്കുന്നില്ല. അള്ളാഹു നമുക്കൊക്കെ സാലിഹായ ഇണയെ നൽകി അനുഗ്രഹിക്കട്ടെ. അത് സ്ത്രീകളോടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് സാലിഹായ ഇണയാണോ? ഇവിടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് പെണ്ണിനെയാണ്. അൽ മർഅത്തു സ്വാലിഹത്തു, സാലിഹത്തായ ഇണയെ ഭാര്യയെ ലഭിച്ചവൻ രക്ഷപ്പെട്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിജയം കൈവരിച്ചവനാകും, അങ്ങനെയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണത്? ഒന്നാമതായി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാലിഹത്തായ ഇണയെ എണ്ണാൻ കാരണം എന്താണ്? സാലിഹത്തായ ഇണയുടെ ലക്ഷണം എന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ നദറത ഇലൈഹാ സറതക, നീ അവളിലേക്ക് നോക്കുമ്പോൾ തന്നെ നിനക്ക് സന്തോഷം പകരുന്നവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിന് സന്തോഷമാണ്, നിന്റെ മനസ്സിന് റാഹത്താണ്, ആനന്ദമാണ്. അത് സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖത്തേക്ക് നോക്കണ്ടാന്ന് തന്നെയാണ് തോന്നുന്നതെങ്കിൽ മനസ്സിലായിക്കോ, പോയി. മുഖത്ത് നോക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിനൊരു സന്തോഷം, അത് മുഖത്ത് തന്നെ പ്രകടമാകുന്നുണ്ട് എങ്കിൽ നിന്റെ ഭാര്യ ആരാണ്? സാലിഹത്താണ്. മറ്റേത് ഭാര്യയുടെ മുഖത്ത് നോക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, ഇവന്റെ മനസ്സ് വേറെ അങ്ങോട്ടൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭാര്യയിൽ നിന്നുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. അവൾ ശ്രദ്ധിക്കണം. ഭർത്താവിനെ നല്ലതുപോലെ സ്നേഹം കൊണ്ട് മൂടണം, ഭർത്താവിന് വേണ്ടുന്നതൊക്കെ നൽകണം എന്നർത്ഥം. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അൽ മർഅത്തു സ്വാലിഹത്തു, സാലിഹത്തായ ഇണ, അതിന് ഒന്നാമത്തെ അടയാളമാണ് ഈ പറഞ്ഞത്. ഭർത്താവ് ഭാര്യയെ സന്തോഷിപ്പിക്കുന്നവളാകണം. ഭാര്യ അടുക്കൽ ഭർത്താവ് ചെന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സന്തോഷം കൊടുക്കുന്നവളാകണം. ഒന്ന്. രണ്ടാമത്തേത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽമസ്കനുൽ വാസിഉ വൽമസ്കനുൽ വാസിഉ, ഓരോരുത്തർക്കും അനുയോജ്യമായ നിലക്ക് വിശാലമായ മനോഹരമായ വീട് ഓരോരുത്തർക്കുമുണ്ടോ അവൻ രണ്ടാമത്തെ വിജയം കൊയ്തവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശാലമായ വീട്, ഓരോരുത്തർക്കും നല്ല നല്ല മനോഹരമായ സൗധങ്ങൾ. മാഷാ അല്ലാഹ്, നമ്മുടെ കാനങ്ങാടും പരിസര ദേശങ്ങളിലുമൊക്കെ എല്ലാവർക്കും ഹൈറായ വീടുള്ളവരാ. ഇല്ലാത്തവർക്ക് അല്ലാഹു ഹൈറായ വീടും നല്ല പശ്ചാത്തലവും നൽകി അനുഗ്രഹിക്കട്ടെ.
ഉറക്കെ പറയുന്ന അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വീടും കുടുംബ പശ്ചാത്തലവും ഒക്കെ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അപ്പൊ അത് വേണ്ടത് തന്നെയാണ്. വൽമസ്കനുൽ വാസിഉ തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വൽ ജാറു സാലിഹു സാലിഹായ നല്ല അയൽവക്കം നിനക്ക് ലഭിച്ചു, നീ രക്ഷപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല അയൽവക്കമാണ് എങ്കിൽ നീ രക്ഷപ്പെട്ടവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നല്ല അയൽവക്കം എല്ലാം ഉണ്ട്, ഭാര്യയുണ്ട്, മനോഹരമായ വീടുണ്ട്, അപ്പുറത്തുനിന്ന് എപ്പോഴും ചീത്തവിളിയും ബഹളമാണ്. കഴിഞ്ഞ് അയൽവക്കം കൊണ്ട് ഇടങ്ങേറായി. നല്ല അയൽവക്കം ഇല്ല, എപ്പോഴും അസൂയ വെക്കുന്ന അയൽവക്കമാണ്, എപ്പോഴും പിണക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന അയൽവക്കമാണ് എങ്കിൽ അവൻ നഷ്ടം സംഭവിച്ചവനാണ്, വിജയിച്ചവനല്ല സയ്യിദുനാ റസൂലുള്ളാഹി. തീർന്നില്ല. നാലാമത്തത്, ഒന്ന് സാലിഹത്തായ ഭാര്യ, മറ്റൊന്ന് അവന് അനുയോജ്യമായ വിശാലമായ വീട്, മൂന്നാമത്തത് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു നല്ല അയൽവക്കം, നാലാമത്തത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽ മർകബുൽ ഹനീഉ വൽ മർകബുൽ ഹനീഉ. നല്ല വീട്, നല്ല വാഹനം, അതുകൂടി ഒരുമിച്ച് കൂട്ടിയവന് രക്ഷപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. വൽ മർകബുൽ ഹനീഉ, നല്ല വാഹനം. അവ നല്ല മനോഹരമായ വീടായി, സാലിഹത്തായ ഭാര്യയായി, നല്ല അയൽവക്കമായി, നല്ലൊരു വാഹനമായി. 4 കാര്യങ്ങൾ. ഈ 4ഉം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, എനിക്കുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നവരാരാ ഉള്ളത്? ഒന്ന് കൈയുയർത്തിക്ക് നോക്കട്ടെ. ഈ 4ഉം വേണം. ഒന്ന് സാലിഹത്തായ ഭാര്യയാണ്, മറ്റൊന്ന് നല്ലൊരു വീടാണ്, മൂന്നാമത്തത് നല്ല ഖൈറായ നിലക്കുള്ളതാകുന്ന അയൽവക്കമാണ്, അതിനോടൊപ്പം തന്നെ നല്ലൊരു വാഹനവുമാണ്. മഹദിയാകുന്ന ഉമ്മു സലമാ ബിബി റളിയല്ലാഹു അൻഹാ ശഹർ ബിൻ ഹൗശബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഉമ്മു സലമാ ബിബിയോട് ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ മാതാവേ, മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന പ്രാർത്ഥന ഏതാണ്? ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? ഉമ്മു സലമാ ബിബി റളിയല്ലാഹു തആല അൻഹാ ഉടനെ പറയുകയാണ്, ലോകത്തിന് പഠിപ്പിച്ചു നൽകുകയാണ്, കാന അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്, ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധികമായിട്ടുള്ള പ്രാർത്ഥന ഇതായിരുന്നു, എന്റെ അടുക്കലുള്ളപ്പോഴൊക്കെ എന്ന് വഹദിയാകുന്ന ഉമ്മു സലമാ ബിബി റളിയല്ലാഹു അൻഹാ. എന്താ ദുആ? ദുആരുന്ന എല്ലാവരും യാ മുഖല്ലിബൽ ഖുലൂബി പറഞ്ഞേ. ഇന്ന് മഴ നനഞ്ഞ് കോഴിക്കുഞ്ഞിനെ പോലെ ഇരിക്കുക, തണുത്ത് വിറച്ച് ചോർച്ചൊക്കെ പറ. യാ മുഖല്ലിബൽ ഖുലൂബി. ഷിയാബിന്റെ ഒച്ച കേൾക്കുന്നില്ല, ഉറക്കം പറയണം. ഈ കോഴി ഷിയാബ് തിരുതാട ഒച്ച കേൾപ്പിക്കും, ഉറക്കാട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹ്, നല്ല സൂപ്പർ ദുആയ. ഇനി മുതൽ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ വേണ്ട ഒരു ദുആ. ഇത് ആരാ ദുആ ഇറക്കുന്നത്? ആരാ ദുആ ചെയ്യുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇതിന്റെ അർത്ഥം? ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതാകുന്ന പരിശുദ്ധ പ്രവാചകർ പോലും ഈ ദുആ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഉമ്മത്ത് മറക്കാതെ 5 നേരവും ദുആ ചെയ്യേണ്ടതാ. കാരണം ഈമാൻ ഏത് നിമിഷവും തെറ്റിപ്പോകാം. യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على ദീനിക. ഹൃദയങ്ങളെ തിരിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആദരവായ പ്രവാചകന്റെ ദുആആണിതെന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. തീർന്നില്ല. ശഹ്ർ ബിൻ ഹൗശബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും എന്നോട് പറഞ്ഞു, ഖുൽതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി. ആര്? നബിയുടെ ഭാര്യ ഉമ്മു സലമ ബീവിയുടെ അടുക്കൽ എപ്പോ വന്നാലും നബി ഏറ്റവും കൂടുതൽ ദ്വാരക്കുന്ന ഇതാ, അല്ലാഹു എന്റെ ഹൃദയങ്ങളെ തിരിക്കുന്ന നാഥ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് നബി എപ്പോഴും അധികമായി ദുആ ചെയ്യും. ഒരിക്കൽ ദ്വാരക്കുന്നതല്ല, അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വട്ടം ദ്വാരന്നിട്ടുണ്ടോ എന്നല്ല ഈ പറഞ്ഞത്, അധികമായി ദുആ ചെയ്യും. ഒന്നാമത്തത് ആരാണ് ദ്വാരക്കുന്നത് മനസ്സിലാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ കട്ടയാണ്, ഈമാനിന്റെ കാതലാണ്. രണ്ടാമത്തത് ആ പ്രവാചകൻ ഒരു വട്ടമല്ല ദ്വാരുന്നത്, അധികമായി ദുആ ചെയ്യുന്നത് സ്വന്തം ഭാര്യ കേൾക്കാൻ. അതുകൊണ്ട് തന്നെ ഭാര്യ ചോദിച്ചു, മാ അക്സറു ദുആഇക യാ റസൂലല്ലാഹ്, മാ അക്സറു ദുആഇക യാ ഹബീബല്ലാഹ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എന്തേ നബിതങ്ങളെ ഈ ദുആ തങ്ങൾ അധികമായി ദുആ ചെയ്യാനുള്ള കാരണം, ഹൃദയങ്ങളെ തിരിക്കുന്ന നാഥാ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ച് നിർത്തി തരണേ എന്ന് തങ്ങൾ അധികമായി ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാര്യയോട് പറയുകയാണ് ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയുൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ ഇദാ ശാഅ അഖാമ വഇദാ ശാഅ അസാഗ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാര്യയോട് പറയുകയാണ്, ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയുൻ, ലോകത്തൊരു മനുഷ്യരുമില്ല, ഈ ദുനിയാവിലുള്ളതാകുന്ന ആദം സന്തതികളാകുന്ന മുഴുവൻ ആളുകളും ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, അവന്റെ ഹൃദയം പടച്ചറപ്പിന്റെ അധീനതയിലാണ്, അല്ലാഹുവിന്റെ കരങ്ങളിലാണ്, അഥവാ പടച്ചറപ്പിന്റെ അധീനതയിലാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് നൽകുന്നതാണ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് എടുത്തു കളയുന്നതാണ്. ഫമൻ ശാഅ അസാഗ വമൻ ശാഅ അഖാമ. ആർക്കാണോ ഹൃദയത്തിൽ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകണമെന്ന് ആഗ്രഹിക്കുന്നത്, നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, അവന്റെ ഈമാനിനെ അല്ലാഹു നിലനിർത്തുന്നതാണ്. ആരുടെ ഈമാനിനെയാണ് ഊരിക്കളയണമെന്ന് പടച്ചറപ്പ് തീരുമാനിക്കുന്നത്, അവൻ സെക്കൻഡ് ബൈ സെക്കൻഡിൽ തെറ്റിച്ച് കളയുന്നതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ കൈകളിലാണ് ഹിദായത്തുള്ളത്. പടച്ചറബ് ഏത് സമയത്ത് വേണമെങ്കിലും തെറ്റിച്ച് കളയാം. അതുകൊണ്ട് പടച്ചറബിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, എന്ത്? എന്റെ ഈമാനിനെ തെറ്റിക്കല്ലേ അല്ലാഹ്.
എനിക്ക് നീ സ്ഥിരപ്പെടുത്തി താ അല്ലാഹ്. മുഅ്മിനായി തന്നെ എന്നെ നീ നിലകൊള്ളിക്കുക അല്ലാഹ്. ഇത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം പ്രിയപ്പെട്ട ഉമ്മു സലമ ഹബീബ് റസൂലുള്ളാഹി. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് പറഞ്ഞ എല്ലാവരും യാ മുഖല്ലിബൽ ഖുലൂബ്. അതിന്റെ അർത്ഥം എന്താ? ഹൃദയങ്ങളെ തിരിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ സ്ഥിരപ്പെടുത്തണേ, അലാ ദീനിക, നിന്റെ ദീനിന്റെ മേൽ. വളരെ ചെറിയ ദുആ. ഇത് നമുക്കിനി അറബി അറിയില്ല. അറബി തന്നെ ദുആരക്കാൻ ഏറ്റവും നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെന്ന് അത് കാണാതെ പഠിക്കണം. നമ്മളെന്തിനാ പിന്നെ മുഅ്മിനാന്ന് പറഞ്ഞിരിക്കുന്നത്? അതിന് ഭയങ്കര എഫക്റ്റീവ് ഉണ്ടാവും വാക്കിന് തന്നെ. നീ അറിയാത്തവർ ഇങ്ങനെ ദുആരക്ക, പടച്ചറബ്ബേ എന്നെ ദീനിൽ നീ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. ദുആ ചെയ്യണം, നിർബന്ധമാണത്, നിർബന്ധമാണത്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നിർബന്ധമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലയോ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا لا تزغ قلوبنا بعد إذ هديتنا. ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ പിഴപ്പിച്ച് കളയല്ല അല്ലാ, ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, മോശപ്പെട്ട ആശയത്തിലേക്ക് കൊണ്ടുപോകല്ല അല്ലാ. അല്ല ഇല്ല എന്ന് പറയുന്ന യുക്തിവാദത്തിലേക്ക്, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക്, ലിബറലിസത്തിൻ്റെതാകുന്ന സ്വാതന്ത്ര്യത്വം വേണമെന്ന് വാദിക്കുന്നവരുടെ വർത്തമാനങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകല്ല അല്ലാ. ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഇതൊക്കെ പള്ളി ദ്വാരക്കുന്നുണ്ട് 5 വഖത്തിന് ശേഷം. നമ്മൾ എവിടെ ആമീൻ പറയുന്നു? നമ്മളപ്പോൾ ഓടുകയാണ്. അവിടെ ഇരുന്ന് ആമീൻ പറയുന്ന സഹോദരങ്ങളെ, ചെറിയ കാര്യമല്ലല്ലോ. ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യുന്നത് മഹല്ലത്തുകളിൽ ആർക്ക് വേണ്ടി? ആ നാട്ടിലുള്ളവർക്ക് ഈമാൻ നിലനിർത്തുന്നതിന് വേണ്ടിയും, ആത്മീയമാകുന്ന ഉയർച്ചയ്ക്ക് വേണ്ടിയും, ഭൗതികപരമാകുന്ന ഉയർച്ചയ്ക്ക് വേണ്ടിയും, ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണമായി വിജയം കൊയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഓരോ മഹല്ലത്തിലെ ഇമാമിയങ്ങളും 5 വഖത്തിന് ശേഷം അവിടെ ദുആ ചെയ്യുന്നത്. അപ്പൊ ഇമാം എന്തോ ഇമാമിന്റെ വീട്ടുകാരും പറയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിറങ്ങി പോവുക. കാര്യമായിട്ട് ഫ്രണ്ട് സഫി ഇരിപ്പുണ്ട്, എന്നിട്ട് വേഗം ഇറങ്ങി പോവുക. എന്ത് കാര്യം? എനിക്ക് ഉസ്താദന്മാരോട് അറിയാനുള്ള വേഗം ദുആ ചുരുക്കിയേക്കണം. വേറെ ഓരിയൊന്നും ആർക്കു വേണ്ടി കഷ്ടപ്പെടും. ഇവര് ദ്വാരക്കാൻ 10 മിനിറ്റും 5 മിനിറ്റും ഒക്കെ കഷ്ടപ്പെട്ടിരുന്നു ദ്വാരക്കാൻ. അതിൽ 1-2 പ്രായം ചെന്ന ആളുകൾ അവിടെ ഇരുന്ന് ആമീൻ പിടിക്കുന്നുണ്ട്. അവർക്കത് അൽഹംദുലില്ലാ വളരെ ഖൈറും കിട്ടുന്നുണ്ട്, വളരെ സന്തോഷം കിട്ടുന്നുണ്ട്. അവരുടെ ജീവിതമൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ. ആ ദിക്റിലും ദുആയിലും ഭാഗവാക്കായി സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകുന്ന സ്വാലിഹീങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ വളരെ റാഹത്ത്. ഈ ധൃതി പിടിച്ചിട്ട് ബിസിനസ് എന്ന് പറഞ്ഞ് ഓടുന്നവനൊക്കെ ഇടങ്ങേറും കൊടിയും കുത്തുവരും. ഒരു 5 മിനിറ്റ് കൂടി ശ്രമിച്ചിരുന്നൂടെ എന്നത് എത്ര പേര് ദുആ രക്കുന്നുണ്ട്, അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. പടച്ചറബിനോട് ഈമാൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നില്ല, ഉറപ്പ് തന്നെയാണ്. നമ്മുടെ വിഷയങ്ങൾ പോലും പറയുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബതും ഫസൗഫ യകൂനു ലിസാമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ തങ്ങൾ പറഞ്ഞു കൊടുക്കണേ റസൂലേ, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് പറയണേ. നിങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ ഹബീബേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം കഴിഞ്ഞ് ഓടുന്ന സമൂഹമേ പ്രാർത്ഥിക്കണേ, പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യു ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ്, അല്ലാഹു ഏറ്റവും കൂടുതൽ ഉത്തരം ചെയ്യുന്നതായ, ഏറ്റവും കൂടുതൽ കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നതായ പ്രാർത്ഥന ഏതാണ് റസൂലേ?
പറഞ്ഞു തരുമോ ഹബീബേ? ഒരുപാട് ഉമ്മമാർക്കുള്ള വിഷയമാണ്. കൊടുങ്ങല്ലൂരിലുള്ളതാകുന്ന അഞ്ചങ്ങാടിയിലുള്ള സഹോദരിമാരെ പഠിച്ചു വെക്കണേ. ഉസ്താദേ, ഞാൻ ദുആ ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറയുന്നവരെ, ദുആ ചെയ്യാൻ ചില സമയങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്, ചില ദിവസങ്ങളുണ്ട്, ചില മാസങ്ങളുണ്ട്. അത് ഗൗനിക്കണേ, ശ്രദ്ധിക്കണേ. ആദരവായ പ്രവാചകരോട് ഒരനുയായി ചോദിക്കുകയാണ്, അല്ലാഹു ഉത്തരം നൽകാൻ ഏറ്റവും ഉപയുക്തമാകുന്ന സമയമേതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് രണ്ട് സമയങ്ങളെ ശ്രദ്ധിക്കണേ. ജൗഫുൽ ലൈൽ വദുബരി കുല്ലി സ്വലാത്തിൻ മഫ്റൂള. പാതിരാത്രി സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നതായ സഹോദരനുണ്ടോ? തഹജ്ജുദിന് എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട്, അല്ലാഹ് എന്റെ ജീവിതം ഇതാ വഴിമുട്ടിയിരിക്കുകയാണ്, അല്ലാഹ് കടമ്പേറി ജീവിക്കുന്നവനാണ്, ദാരിദ്ര്യത്തിൽ അമർന്നു പോയിരിക്കുകയാണ്, ബിസിനസ്സുകൾ താറുമാറായിരിക്കുകയാണ്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടതാകുന്ന സ്ഥിതിയാണ്. എനിക്ക് ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. നിന്നിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് കൈകൾ ഉയർത്താൻ ഞാനില്ല റബ്ബേ. നീയാണ് എന്റെ സംരക്ഷകൻ, നീയാണ് എന്റെ സർവാധിപതി അല്ലാഹ് എന്ന പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രിയിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ടോ? അർദ്ധരാത്രി പിന്നിട്ട സമയത്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരുണ്ടോ? ഇജാബത്താണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വദുബിരി കുല്ലി സ്വലാത്തിൻ മഫ്റൂള. 5 വഖത്ത് നമസ്കാരം, ഫർളായ നിസ്കാരങ്ങൾക്ക് പിന്നിലുള്ള പ്രാർത്ഥന ഇജാബത്താണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കേവലം ഉസ്താദും 2-3 പ്രായം ചെന്നതാകുന്ന കാക്കാമാർക്ക് മാത്രമുള്ളതാണ് ഈ ദുആ എന്ന് കരുതിക്കൊണ്ട് എഴുന്നേറ്റ് പോകുന്ന മുസ്ലിമേ, നീ കപട വിശ്വാസിയാണ്, നീ യഥാർത്ഥ മുഅ്മിനല്ല. നീ പരിശുദ്ധ പ്രവാചകന്റെ വാക്കുകളെ തിരസ്കരിച്ചവനാണ്, അവഗണിച്ചവനാണ്. നമസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ. ഇജാബത്താണ്, ഉത്തരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു നോക്ക്, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് ദുആ നിർബന്ധമാണ്, എന്ത് ചോദിക്കണം? ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പടച്ചറബ് ഈമാൻ തെറ്റിച്ച് കളയല്ലേ, അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കണം. മുഅ്മിനായിട്ടല്ലാതെ മരിക്കരുത് ഈ ലോകത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് 5 വഖത്ത് നിസ്കാരത്തിലും നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ? ഹിദായത്താണ്. അല്ലാഹു വേറൊന്നും ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്ക്, 5 വഖത്ത് നിസ്കാരം, സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, എത്ര റക്അത്തുണ്ട്? നാളെ പറയാം. എത്ര റക്അത്തുണ്ട്? 17 റക്അത്ത്. ഈ 17 റക്അത്തുകളിൽ എല്ലാ നിസ്കാരത്തിലും ഓരോ റക്അത്തിലും എന്ത് വേണം? ഫാത്തിഹ നിർബന്ധമായിട്ട് ഓതണം. ഷാഫി മദ്ഹബാണ് പറയും വേണ്ട, ഇമാമ് ഓതണം, മഅ്മൂമ് ഓതണം. മഅ്മൂം എന്ന് പറഞ്ഞാൽ പിന്തുടർന്നവർ. നേരത്തെ തന്നെ ഇമാമിനോടൊപ്പം തുടർന്നവനാണല്ലോ മഅ്മൂം. എന്തല്ല, മസ്ബൂഖല്ല, അത് പിന്തി തുടർന്നവനാണ്. ഇമാമ് റുക്കുയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവരോട് ഓടി വന്ന് അയാൾ ഫാത്തിഹ ഓതണ്ട, അയാൾ വേഗം റുക്കുയിൽ തന്നെ വന്ന് കൈകെട്ടി റുക്കുയിലേക്ക് വന്നു. സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി എന്ന് ഒറ്റ പ്രാവശ്യം പറയുന്നതോടുകൂടി ആ റക്അത്ത് കിട്ടും. അല്ലേ? അയാളല്ല, നേരത്തെ തുടർന്നവനാണ് മഅ്മൂം എന്ന് പറയുക. അതൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച ഒന്നുകൂടി ഓർമ്മ പുതുക്കി കൊണ്ടുവരികയാണ്. ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ അവരും എന്ത് ഓതണം? ഫാത്തിഹ ഓതണം. അഥവാ നമ്മൾ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ പോലും എന്ത് ഓതണം? ഇമാമും പിന്തുടർന്ന് നിൽക്കുന്നവരും ഫാത്തിഹ ഓതണം. അല്ലാഹ്, അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ റമദാനക്കാരൊക്കെ പോയിട്ടുണ്ട്. ഏകദേശം കാര്യം തീരുമാനമായി. ഇതൊന്നും ഓതണ്ടെന്ന് കരുതിയിട്ടാണ് പള്ളിയിൽ പോയത്. ഫാത്തിഹ ഓതണം. അല്ലാഹ്, ഷാഫി മദ്ഹബിൽ നിർബന്ധമായിട്ട് ഓതണം, ഇക്കാരം കിട്ടത്തില്ല. സൂറത്ത് ഓതിയില്ലെന്ന് വേണ്ട, ഫാത്തിഹ ഓതണം. ഈ 5 വഖത്ത് നിസ്കാരത്തിൽ, ഫർളായ നിസ്കാരത്തിൽ എന്തായാലും വേണം. ഇവിടെ വേണം, ശ്രദ്ധിക്കുക. ഫർളായ നിസ്കാരത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ ഓതുന്നതാണ്. 17 റക്അത്താണ് 5 വഖത്ത് നിസ്കാരത്തിലൂടെ ഒരു ദിവസം ഉള്ളത്. ഈ 17 റക്അത്തിലും എന്തുണ്ട്? ഫാത്തിഹ ഉണ്ട്. 17 റക്അത്തിലും ഉണ്ട്.
ഈ ഫാത്തിഹയ്ക്ക് ആകെ ഉള്ള അതിലുള്ള ഒരു ദുആ ആണിത്. ഫാത്തിഹ സൂറത്തിൽ ഒറ്റ ദുആയേ ഉള്ളൂ അതിന്റെ ആയത്തുകൾക്കിടയിൽ. ഏതാണത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ദുആ. ഓതി നോക്കുവാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. ആകെയുള്ള ദുആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തുടങ്ങുന്ന ദുആയാണ്. വേറെ ഒന്നും ദുആ ഇല്ല. ബാക്കിയൊക്കെ അല്ലാഹുവിനെ പുകഴ്ത്തുകയും മറ്റു വിഷയങ്ങളും ഒക്കെയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ, അഥവാ ഹിദായത്ത് തരണേ അല്ലാഹ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം എത്ര വട്ടം ചോദിക്കുന്നുണ്ട്? നിങ്ങൾ തന്നെ പറയാം, എത്ര വട്ടം? 17 തവണ. ചിന്തിക്കാൻ വേണ്ടി പറയാം. ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ. ചെറിയ കാര്യമല്ല എന്നർത്ഥം. ഈമാൻ തെറ്റിപ്പോകും. നിസ്കരിക്കാത്ത ഹൈവാന്മാരപ്പോ ഈമാൻ തെറ്റുമെന്നർത്ഥം. അതായി പറഞ്ഞത്. അങ്ങനെ തെറ്റിപ്പോകും. നിസ്കരിക്കുന്നവർക്ക് എന്ത് കിട്ടുള്ളൂ? പറയും, നിങ്ങൾ തന്നെ പറയും, ഹിദായത്ത് കിട്ടുള്ളൂ. നിസ്കരിക്കാത്ത സ്ഥാപനത്തിലേക്ക് എന്നിട്ട് അവിടെ ഇവിടെ ഇറങ്ങി കഞ്ചാവ് അടിച്ചൊക്കെ സൈഡിൽ കൂടെ കറങ്ങി നടന്ന അവസാനം ഇതുണ്ടാവൂല. എന്തുണ്ടാവൂല? ഹിദായത്ത് ഉണ്ടാവൂല. നിസ്കരിക്കണം. 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. അതിൽ നമ്മൾ ചോദിക്കും, മനസ്സറിഞ്ഞ് ചോദിക്കണം. നിസ്കരിച്ചുകൊണ്ട് മാത്രമായില്ല, മനസ്സറിഞ്ഞ് ചോദിക്കണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ദുആ, ഹിദായത്ത് തരണേ അല്ലാഹ്. ഇനി വേണം ഒന്നുകൂടി പറഞ്ഞുതരാം. ഫാത്തിഹ സൂറത്തിന് 13 നാമങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീർ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന അൻവാറുത് തൻസീരി വ അസ്റാറുത് തഅ്വീൽ എന്ന തഫ്സീർ ബൈളാവിയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇരിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അറിയാം കിതാബ്. അവരൊക്കെ അത് ഓതുകയും ഓദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. ആ തഫ്സീർ ബൈളാവിയുടെ ആമുഖത്തിൽ ഫാത്തിഹ സൂറത്തിന്റെ തുടക്കത്തിൽ 13 നാമങ്ങൾ എണ്ണിയിട്ട് ഓരോ പേരുകൾ പറയുന്നുണ്ട്. ഫാത്തിഹയ്ക്ക് പേര് ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയുന്നുണ്ട്. അതിൽ ഒരു പേരാണ് അദ്ദേഹം പറഞ്ഞു സൂറത്തു ദുആഇ. ഈ സൂറത്തിന് എന്തുകൊണ്ട് പേരുണ്ട്? പ്രാർത്ഥനയുടെ സൂക്തം എന്ന് പേരുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആകെയുള്ള പ്രാർത്ഥന ഏതാ ഇതിനകത്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ സൂറത്തിന് തന്നെ പേരെന്ത് വെച്ചു? പ്രാർത്ഥനയുടെ സൂറത്ത്. പ്രാർത്ഥന ഇതാണ്. ഇത് ചോദിക്കാതെ പോകാൻ പറ്റൂല. കാരണം നിർബന്ധമാണ് നമുക്ക് നിസ്കാരം, നിർബന്ധമാണ് ഫാത്തിഹ ഓതണം എല്ലാ റക്അത്തുകളിലും. അപ്പൊ ഒരു ദിവസം നമ്മൾ വേറെ ഒന്നും ചോദിച്ചില്ലെങ്കിലും എന്ത് ചോദിക്കൽ നിർബന്ധ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഹിദായത്ത് ചോദിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ദുആയും നിർബന്ധമല്ല, ദുആ ഇല്ല എന്നർത്ഥം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ. ഇപ്പൊ ഉദാഹരണം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുന്നത്തായ ദുആ. നീ ചെയ്തില്ലെന്ന് വെച്ചാൽ ആരും നിന്നെ തല്ലിക്കൊല്ലൂല, ഒരു പ്രശ്നം ഉണ്ടാവൂല, നിനക്കൊരു ശിക്ഷയും ഉണ്ടാവൂല. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലേ, നമുക്കറിയാവുന്ന ദുആ ആണ്. ഇത് ചെയ്തില്ല എങ്കിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടെന്നല്ല, അത് ചെയ്യൽ സുന്നത്താണ്, അത് ഒഴിവാക്കിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല. മറിച്ച് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ള ഫാത്തിഹയിലെ ഇത് ഒഴിവാക്കാൻ പറ്റൂല. കാരണം ഡെയിലി നീ അത് ഓതിയേ പറ്റൂ. ദിവസം 17 വട്ടമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഓതണം. പിന്നെ അതിന് മുമ്പ് ശേഷമുള്ള സുന്നത്തുകളൊക്കെ കൂട്ടുമ്പോൾ അല്ലാഹ് എത്രയാ. പിന്നെ നീ സുന്നത്ത് നിസ്കരിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടുകയാണെങ്കിൽ എണ്ണം ഒരുപാട്. 17 വട്ടം ഡെയിലി ചോദിച്ചേ മതിയാവും ഹിദായത്ത്. കാരണം ഇത് ചെറിയ കാര്യമല്ല. നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു അലാ ഖൽബി മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടിരിക്കുന്ന ഒരു ചെറിയ പ്രകാശമാണിത്. എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോവാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എപ്പോൾ വേണമെങ്കിലും പോവാം. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് ചോദിച്ചുകൊണ്ടിരിക്കണം? ഇത് സ്ഥിരപ്പെടുത്തി താ അല്ലാഹ് എന്ന് റബ്ബിനോട് ചോദിക്കണം. ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിർബന്ധമാണ്.
ഇല്ലെങ്കിൽ ഏത് നിമിഷവും പോകാം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് നഷ്ടപ്പെട്ടാ പിന്നെ പോയി, ഈമാൻ പോയല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കുന്നതാകുന്ന മുഅ്മിനീങ്ങളെ, ഈമാൻ പാരമ്പര്യമായി ലഭിച്ചവരെ, പൊതുവിശ്വാസം കൈമുതലാക്കിയിട്ടുള്ള മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി. അല്ലാഹുവിനെ ഭയപ്പെടേണ്ട രീതിക്ക് വ്യക്തമായ രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കുകയും അവൻ വിരോധിച്ചിട്ടുള്ള സർവ്വകാര്യങ്ങളെയും പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് നിലകൊള്ളുകയും ചെയ്യണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യഥാർത്ഥ മുഅ്മിനായിട്ടല്ലാതെ, യഥാർത്ഥ വിശ്വാസിയായിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് നീ വിട പറയരുതേ. യഥാർത്ഥ മുഅ്മിനായിട്ടല്ലാതെ നീ മരിക്കരുതേ, മരിക്കരുതേ. ശുദ്ധ ഖുർആൻ. മുഅ്മിനായിട്ടല്ലാതെ മരിക്കല്ലേ, മുഅ്മിനായിട്ടല്ലാതെ വഫാത്താകല്ലേ.